നമസ്കാരം. 2026 ജനുവരി 27 മകരമാസത്തിലെ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ ഭരണി നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഭദ്രകാളിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നിങ്ങൾ ആരെങ്കിലും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ദിവസം അതാണ്. ആ ദിവസം ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് ഗുണങ്ങളും ഐശ്വര്യങ്ങളുമാണ്. ക്ഷേത്ര ദർശനം നടത്തിയാൽ മാത്രം പോരാ, ദേവിക്ക് പല വഴിപാടുകളും നടത്തേണ്ടതായിട്ടുണ്ട്. ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവിയെ ഭദ്രകാളി ഭാവത്തിൽ ഭജിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് മൂലം സർവ്വ ദുരിതങ്ങളും നീങ്ങുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഭദ്രത അഥവാ സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി. ശരണം ഗമിക്കോർക്കെല്ലാം രോഗശമനം, ദാരിദ്ര്യ ദുഃഖശമനം, മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം ഇവ നൽകുന്ന ഒരു ആശ്രയ സാന്നിധ്യമാണ് ഭദ്രകാളി. അമ്മയ്ക്ക് 8 തൃക്കൈകളാണുള്ളത്. 8 തൃക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായിട്ടാണ് കാളി ഉപാസകർ ദേവിയെ കാണുന്നത്. ഘോരരൂപിണിയാണ്. നമുക്ക് കാഴ്ചയിൽ അമ്മേൻ ഒരു ഘോരരൂപിണിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് മുഖത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുഖത്ത് ഒരു മാതൃവാത്സല്യം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മകരച്ചൊവ്വാ ദിനത്തിൽ ഭദ്രകാളി 10 ജപിച്ച് ദേവിയുടെ പ്രീതി നമുക്ക് നേടാം. പ്രത്യേക കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയം എപ്പോഴും നിറയുക. എന്നാൽ ആ ഭയത്തിൻ്റെ കാരണങ്ങൾ തേടി പോവുകയാണെങ്കിൽ ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ എനിക്കൊരു ഭയമുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായ ദുരിതം പിന്തുടരുക. നിങ്ങൾക്ക് രോഗത്തിൽ നിന്നൊരു മോചനം ലഭിക്കുന്നില്ല, എന്നും ഓരോരോ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു മാറുമ്പോൾ മറ്റൊരാൾക്ക് അസുഖം വരിക, ഇങ്ങനെ ഒരു രോഗദുരിതം പിന്തുടരുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യായമായി നിങ്ങൾ ലഭിച്ച ധനം ചോർന്നു പോവുക. അതായത് ധനം വരുന്നതും അറിയാം, അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ കയ്യിൽ ധനം നിൽക്കാതെ വരിക. ഇവയെല്ലാം, അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹമുണ്ടാവുക, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുമായിട്ടൊക്കെ നിരന്തരം കലഹമുണ്ടാവുക, കടുത്ത ഒരു മദ്യപാനം മൂലം കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിക്കുക തുടങ്ങിയ ഒട്ടനവധി സന്ദർഭങ്ങളിൽ നമുക്ക് ജപിക്കാവുന്ന ഒരു സഹായക സ്തോത്രമാണ് ഭദ്രകാളി 10. ഇതിൽ 10 ശ്ലോകങ്ങളാണ് ഉള്ളത്. വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് നമുക്ക് ജപിക്കാം. വീട്ടിലാണ് നിങ്ങൾ ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ ദേഹശുദ്ധിയോടെ നിലവിളക്ക് കത്തിച്ച് വെച്ച് സ്വസ്ഥമായിരുന്നു വേണം ജപിക്കുവാൻ. എല്ലാവർക്കും കാളിയുടെ ഭദ്രത ഇതുമൂലം ലഭിക്കുന്നതാണ്. കൂടാതെ ചില വഴിപാടുകൾ മകരച്ചൊവ്വ ഭരണി ദിവസം നടത്തുന്നത് നമുക്ക് ഐശ്വര്യം കൊണ്ടുതരും. ഇനി നിങ്ങൾക്ക് ധാരാളം ശത്രുക്കളുണ്ട്, ശത്രുക്കളുടെ ദോഷമാണ് നിങ്ങൾക്ക് അകറ്റി നിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കാം. അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി നേരുന്നതും നല്ലതാണ്. ചെമ്പരത്തി മാല ദേവിക്ക് സമർപ്പിക്കുന്നതും ശത്രുദോഷം അകറ്റാൻ ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങളുടെ കുടുംബം മദ്യപാനം കൊണ്ടാണ് ദുരിതം അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗുരുതി വഴിപാട് നടത്താം. ഇനി നിങ്ങൾക്ക് വരുന്ന ധനം അതുപോലെ ഇറങ്ങി പോവുകയാണ്, കയ്യിൽ ധനം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കടും പായസം എന്ന് പറയുന്ന വഴിപാട് ദേവിക്ക് നിവേദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് രോഗങ്ങളാണ് അലട്ടുന്നതെന്നുണ്ടെങ്കിൽ സർവ്വരോഗ ശമന അഭിഷേകം നടത്താം. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് സുബ്രഹ്മണ്യന് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത്. ഇനി നമ്മുടെ ഭവനത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്ധ്യയ്ക്ക് ഒരു വെറ്റില ദീപം തെളിയിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മകരച്ചൊവ്വ ഭരണി ദിവസം ഭദ്രകാളിയുടെ മഹാദിനം കൂടിയായ ആ ദിവസം എല്ലാ ഐശ്വര്യങ്ങളും ദേവിയുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്.